കോവളം നിയോജകമണ്ഡലത്തിലെ വെള്ളായണി കായലിലെ ജലവിധാനത്തിനടിയിൽ പെട്ടുപോയ 9251.09 സ്ഥലം ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് RSCT-LA ആൻഡ് RR ആക്ട് 2013 സെക്ഷൻ 26 പ്രകാരമാണ്. മേൽപ്പടി ഉടമകളായിട്ടുള്ള പാവപ്പെട്ട കർഷകരുടെ പട്ടയഭൂമി 1991 മുതൽ അവർക്ക് കൃഷി ചെയ്യുന്നതിനോ നഷ്ടപരിഹാരം ലഭിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ പ്രസ്തുത ആക്ടിലെ 26 പകരം സെക്ഷൻ 108 പ്രകാരം സർക്കാർ മികച്ച നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് എൻ്റെ സബ്മിഷൻ. സാർ, ഇതിനെ സംബന്ധിച്ച് കാലാകാലങ്ങളായി ഏകദേശം 650ഓളം വരുന്ന കർഷകർ കൃഷി ചെയ്യുന്ന ഭൂമിയാണ്. പിന്നീട് പലവിധ കാരണങ്ങളാൽ അത് കായലിൻ്റെ ജലവിധാനത്തിനടിയിൽ പെട്ടുപോയി. അപ്പോഴും ഓരോ വർഷവും കാർഷിക സർവകലാശാലയും പാടശേഖര സമിതിയും കൂടി വെള്ളം വറ്റിച്ച് അവിടെ കൃഷി ചെയ്യുമായിരുന്നു. എല്ലാ വർഷവും കൃഷി ചെയ്യുമായിരുന്നു. അതിന് ഗവൺമെൻറ് ഓരോ ഹെക്ടറിനും ഈ വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിശ്ചിത തുകയും നൽകുമായിരുന്നു. എന്നാൽ പിന്നീട് ഗവൺമെൻറ് ഇറക്കിയ ഒരു ഉത്തരവ് വെള്ളായണി കായൽ ഫ്രഷ് വാട്ടർ റിസർവോയറായി നിലനിർത്തണം എന്ന് പറഞ്ഞതിന് ശേഷം അത് വറ്റിച്ചോ കൃഷി ചെയ്യാനോ പറ്റില്ല. 91 മുതൽ കൃഷി ചെയ്ത് ഉപജീവനം കഴിച്ചിരുന്ന 650ഓളം കുടുംബങ്ങൾ 91 മുതൽ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. അതിനെ തുടർന്നാണ് ഇത് ഏറ്റെടുക്കാൻ വേണ്ടി ഫോറൻ നോട്ടിഫിക്കേഷൻ 91 വന്നു. അന്ന് നിശ്ചയിച്ച വില വച്ച് ഇപ്പോഴത്തെ കാലത്ത് കൊടുക്കാൻ പറ്റില്ല. സാർ, ഒരു ആറിന് 2.5 സെന്റിന് കേവലം 45,000 രൂപയാണ്. സാർ ഒരു കാര്യം പറഞ്ഞ് ഫിനിഷ് ചെയ്യണം സാർ. അതിനകത്ത് തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് ആ കായലിൻ്റെ തന്നെ കരയിൽ 5 മുതൽ 10 ലക്ഷം രൂപ വരെ വിലപിടിപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ വെള്ളത്തിൽ പെട്ടുപോയി. സർക്കാരിൻ്റെ ഒരു ഉത്തരവ് കാരണമാണ് പിന്നെ കൃഷി ചെയ്യാൻ കഴിയാത്തത്. അങ്ങനെയുള്ള ഭൂമിക്ക് പ്രകോപനപരമായ ഒരു വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരിഹാസ്യമായിട്ടുള്ള ഒരു വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മതിയായ വില ലഭിക്കുന്നതിന് വേണ്ടി ഈ ആക്ടിലെ സെക്ഷൻ 26 പകരം 108 അപ്ലൈ ചെയ്തുകൊണ്ട് അവർക്ക് മതിയായ നഷ്ടപരിഹാരം. സാർ, കാരണം ഇപ്പൊ 96 കോടി രൂപയുടെ സാർ 96 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ജലസേചന വകുപ്പ് വെള്ളായണി കായൽ നടപ്പിലാക്കാൻ, അത് നടപ്പിലാക്കണമെങ്കിൽ തന്നെ ഇവർക്ക് മതിയായ വില കൊടുത്ത ഭൂമി ഏറ്റെടുത്താലേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രോജക്റ്റ് അതുകൊണ്ട് മാക്സിമം വില നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ചെയർ പറഞ്ഞത് ശരിയാണ്. ജലവകുപ്പ് കൂടി ഇടപെടേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ അംഗം സാധാരണ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. ഇതിൻ്റെ അവസാനത്തെ പോർഷൻ ബഹുമാനപ്പെട്ട അംഗം ഫോളോ ചെയ്യാത്ത പ്രശ്നം കൂടി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. വളരെ ഗൗരവപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ഈ സ്ഥലം നേരിട്ട് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിലും യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന നിലയിലും ഈ സ്ഥലം നേരിട്ട് മന്ത്രിയായി ഉടനെ സന്ദർശിക്കുകയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. കോവളം നിയോജകമണ്ഡലത്തിലെ കല്ലിയൂർ, വെങ്ങാനൂർ എന്നീ വില്ലേജിൽപ്പെട്ടതും വെള്ളായണി കായൽ ജലവിധാനത്തിന് അടിയിൽപ്പെട്ടതുമായ ഭൂമിയുടെ ഉടമകളായ കർഷകരുടെ ഭൂമിക്ക് ന്യായമായ പ്രതിഫലം ലഭിക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹവും അഭിപ്രായവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സാർ 91 മുതലുള്ള പ്രശ്നം അദ്ദേഹം സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 2017 കൂടിയ യോഗമാണ് വെള്ളത്തിനടിയിൽപ്പെട്ടത് മൂലം കൃഷി ഇറക്കാൻ പറ്റാത്ത ഭൂമി നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ തല വിധി നിർണയ സമിതി DLFC യോഗം ചേർന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ SLEC മുമ്പാകെ അവതരിപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തുകയുണ്ടായി. ആകെ 9251.09 ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. 1991 ലാൻഡ് വാല്യൂ അടിസ്ഥാനമാക്കി വില നിശ്ചയിക്കാനാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. 2013 LARR ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങളല്ല സ്വീകരിച്ചതെങ്കിലും 16/5/2017 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 991 ലാൻഡ് വാല്യൂവും ഗുണഘടകവും 100% സ്വദേശിയും 12% അഡീഷണൽ വാല്യൂവും ഉൾപ്പെടെ LRR ആക്ടിലെ സെക്ഷൻ 26ഉം 30ഉം ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയുടെ കമ്പോള വില നിശ്ചയിക്കുകയും ചെയ്തു. ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് LARR ആക്ടിലെ 108 വകുപ്പ് പ്രകാരം സർക്കാർ പുറപ്പെടുവിച്ച 23/9/2015 GOMS 485/2015 എന്ന റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. സാർ, DLFC നിശ്ചയിച്ച വില ഭൂവുടമകൾ അംഗീകരിക്കുന്നില്ല എന്ന പ്രശ്നം വന്നു. ഇതിനെ തുടർന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ തന്നെ അധ്യക്ഷതയിൽ 23/10/2024
ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജില്ലാ കളക്ടർ, ജലവിഭവ വകുപ്പ്, ധനവകുപ്പ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തുകൊണ്ട് ചേർന്ന യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. 10 ഇരട്ടിയോളം വരുന്ന പുതിയ വില ഇപ്പോൾ നിശ്ചയിച്ചു കഴിഞ്ഞു. 6 കോടിയിൽ അധികം രൂപയാണ് 2022 മാറ്റിവെച്ചത്. അത് മതിയാകില്ല. അതിനേക്കാൾ വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു വിലയാണ് ഇപ്പോൾ കാണുകയുണ്ടായത്. ജില്ലാ കളക്ടർ പുതുക്കി നിശ്ചയിച്ച വില 2022 കണക്കാക്കിയ വിലയേക്കാൾ വളരെയധികം വർധനവുള്ളതാണ്. വർദ്ധിപ്പിച്ച തുക അനുവദിക്കുന്നതിന് ജലവിഭവ വകുപ്പിനോട് അഭ്യർത്ഥിച്ചതുകൊണ്ട് ജലവിഭവ വകുപ്പ് തുക അനുവദിക്കുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെയുള്ള വില ഇപ്പോൾ ഈ 10-ാം മാസം ചേർന്ന ലാൻഡ് റവന്യൂ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ യോഗം നിശ്ചയിച്ചിട്ടുണ്ട്.